ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. പായസങ്ങളിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു വെറൈറ്റി പായസം തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പമുള്ള 2 വലിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്യാസിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെട്ടി തിളക്കട്ടെ. കുറച്ച് അധികം വെള്ളം തന്നെ വെക്കട്ടോ. ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തന്നെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അല്ലികളൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നും വിട്ട് കിട്ടും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഉള്ളിയിൽ ഉണ്ടാകുന്ന ഒരു റോസ് സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ചെറിയൊരു എരിവൊക്കെ ഉണ്ടാവുമല്ലോ ഉള്ളിക്ക്, അതൊക്കെ മാറി കിട്ടിയിട്ട് ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കുക്കായി ഉടഞ്ഞു പോവരുത് കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി വെള്ളം വാലാൻ വെക്കണം കേട്ടോ. ഇനി വെള്ളം വാലാൻ വെച്ച് അത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ അരിപ്പയിലിട്ട ഉള്ളി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലിടുക കേട്ടോ. ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിലിടുക. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരിക്കലും കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഈ ഒരു ഉള്ളി പായസം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പായസം തന്നെയാണ് കേട്ടോ. ഇതൊന്ന് വാടി കിട്ടട്ടെ. ഇപ്പോൾ ഇതാ ഉള്ളിയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാവും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ഇളക്കൊന്നും ചെയ്യാതെ 1 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചാൽ തന്നെ അലിയാൻ തുടങ്ങും പഞ്ചസാര. ആ സമയത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാരമലൈസ് ചെയ്തിട്ടല്ല ഈ പായസം വേണ്ടതെങ്കിൽ ആദ്യം തന്നെ പാലൊഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാക്കും കേട്ടോ. ഞാൻ ഇവിടെ കാരമലൈസ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാരമലൈസ് ചെയ്തിട്ട്. ഇപ്പോൾ കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി 1/2 ലിറ്റർ പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും 1/2 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന പഞ്ചസാര നന്നായിട്ട് കട്ടയായതാണ് കണ്ടോ. കാരമലൈസ് ചെയ്യുമ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതൊക്കെ ഇതിൽ അലിഞ്ഞ് ചേരും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. പക്ഷേ കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കലും ഇത് പഞ്ചസാര കരിഞ്ഞു എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണതാണ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സാബൂനരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. ബാക്കിയുള്ള പായസത്തിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കുക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 15 മിനിറ്റോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ സാബൂനരി. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് സാബൂനരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഈ ചട്ടുകത്തിൽ പിടിച്ചിട്ടുള്ള കാരമലൈസ് ചെയ്ത പഞ്ചസാര ഒക്കെ ഇതിൽ നമ്മൾ ഈ ചട്ടുകം കൊണ്ട് ഇളക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിട്ട് പോകും കേട്ടോ. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ മാറ്റി വെച്ച ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളി ഇതിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് അടപ്പായസത്തിൻ്റെ ഒരു ഫീല് തോന്നണില്ലേ? അതുപോലെ തന്നെയാട്ടോ ഇത് കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു അടിപൊളി പായസം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരമലൈസ് ചെയ്ത പായസം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നേരിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഉള്ളി
ഉള്ളിയും അതുപോലെ എല്ലാം കൂടി നല്ല തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണല്ലോ ചേർത്തത്. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ട് വേണമെങ്കിൽ കാരമലൈസ് ചെയ്യാതെ ഉണ്ടാക്കണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴും കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും കരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വറ്റി വരട്ടെ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉള്ളിയുടെ ഒക്കെ പരുവം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉള്ളി കിട്ടേണ്ടത്. കണ്ടോ, ഉള്ളി അതുപോലെ സാബുനരി ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഉടഞ്ഞൊന്നും ഉള്ളി പോവരുത് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാൻ നമുക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. ആദ്യം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിനോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിടണില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഈ സമയത്ത് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പായസം ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നൂല്ലേ? കാരണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഈ ഒരു പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി പായസങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.